ദീപാവലി ആയിട്ട് എവിടെ പോണോന്ന് ഞങ്ങൾ ആലോചിച്ചിരിക്കുമ്പോഴാണ് ആതിരപ്പള്ളിത്തെ വാട്ടർഫോൾസ് കാണാന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ആദ്യം എനർജി അല്ലേ വേണ്ട ഗസ്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു നല്ല നാടൻ ഊണ് കിട്ടുന്ന കട കണ്ടുപിടിച്ചു. ഞങ്ങളുടെ കൂടെ സനമ്മാന്റെ സിസ്റ്റേഴ്സും കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും നാടൻ ഫുഡ് നല്ലപോലെ എൻജോയ് ചെയ്തു കിട്ടോ. അതിനുശേഷം ഞങ്ങൾ വാട്ടർഫോൾസിന്റെ അടുത്തേക്ക് പോയി. ദേ ഈ ദൂരത്തുനിന്ന് കാണുന്നില്ലേ, ഇതാണ് ആതിരപ്പള്ളി വാട്ടർഫോൾസ്. എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇതിന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ 60 രൂപ എൻട്രി ഫീ വരും കേട്ടോ. പോകുന്ന വഴി നിറയെ കുരങ്ങുകളായിരുന്നു കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന് ചെറിയ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ആ വാട്ടർഫോൾസ് ഇല്ലേ, അതിന്റെ മുകൾ ഭാഗമാണ് ഇത് കേട്ടോ. ഇങ്ങോട്ട് വരാൻ അത്ര ഈസി ഒന്നല്ല, കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. ഞാൻ ഒത്തിരി ക്ഷീണിച്ചാണ് മുകളിൽ എത്തിയെങ്കിലും ആ വാട്ടർഫോൾസ് കണ്ടപ്പോൾ എൻ്റെ എല്ലാ ക്ഷീണം മാറി കേട്ടോ. ഈ വാട്ടർഫോൾസ് ശരിക്കും കാണണമെങ്കിൽ ഏകദേശം 1.5 കിലോമീറ്റർ വീണ്ടും താഴത്തേക്ക് നടക്കണം കേട്ടോ. നമ്മൾ കഷ്ടപ്പെട്ട് താഴത്തെ എത്തിയാൽ നമുക്ക് വാട്ടർഫോൾസിന്റെ ഇങ്ങനത്തെ ഒരു അടിപൊളിയായിട്ടുള്ള വ്യൂ കാണാൻ പറ്റും. അതിനൊക്കെ ആദ്യം എത്തി കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു മരത്തിന്റെ ചോട്ടിൽ വന്നിരുന്ന് വാട്ടർഫോൾസ് നല്ലപോലെ എൻജോയ് ചെയ്ത് കേട്ടോ. ആ വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്ന കാണുമ്പോൾ എന്ത് ഭംഗിയാ. അതിൻ്റെ ഇടയ്ക്ക് അയിനു കാക്ക ബാഹുബലിത്തെ പ്രഭാസിനെ പോലത്തെ ഓരോ പോസൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കും ഇങ്ങനെ അടിപൊളി റീൽസൊക്കെ എടുക്കണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. നല്ല വ്യൂ ആയിരിക്കും ഈ ആതിരപ്പള്ളി വാട്ടർഫോൾസ് കേട്ടോ. നിങ്ങൾക്ക് ഈ വാട്ടർഫോൾസ് ഇഷ്ടപ്പെട്ടോ? ഇതേപോലത്തെ ഏതെങ്കിലും വാട്ടർഫോൾസ് നിങ്ങൾക്ക് അറിയാമെന്നെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. കൂടാതെ പേജ് ഒന്ന് ഫോളോയും കൂടെ ചെയ്യണേ. അപ്പോൾ ബൈ.